ലാംഗ്വേജ് പറഞ്ഞു. അതിൽ ക്യാരക്ടർ സെറ്റ് എന്താ? ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ചാൽ എന്താ? ആൻഡ് സെബാസ്റ്റ്യൻ? കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് അല്ലേ? ക്യാരക്ടേഴ്സ്. കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിനെ പറയുന്നതാണ് ക്യാരക്ടർ സെറ്റ്. ഇപ്പം നമ്മൾ സി എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് ആണ്. അപ്പം ഇത് ഡെവലപ്പ് ചെയ്യുന്നത് ആരെങ്കിലും ഒരാളാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അപ്പം ഈ ഒരു ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തതാണ് ഡെന്നിസ് റിച്ചി. ഫാദർ ഓഫ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഡെന്നിസ് റിച്ചിയാണ് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഒരു ബെൽ ലബോറട്ടറീസ് വെച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തത്. 1970s ഇത് ഡെവലപ്പ് ചെയ്തേക്കുന്നത്. അതിനുശേഷം അതിന് ചെറിയൊരു വേരിയേഷൻ ഒക്കെ നടത്തിയിട്ട് 1983 ANSI എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു അമേരിക്കൻ നാഷണൽ സ്റ്റാൻഡേർഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിന് നമ്മൾ ANSI എന്നാണ് പറയുക. 1983 നമ്മൾ ചേഞ്ചസ് ഒക്കെ വന്നപ്പോൾ അതിന് ANSI, നോർമൽ സി എന്ന് തന്നെ പറയാം. നിങ്ങൾ പഠിക്കുന്ന നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് ANSI എന്നാ, ബാലഗുരു സ്വാമിയുടെ ANSI എന്നാണ് പറയുന്നത്. ANSI എന്ന് പറയാൻ നിൽക്കുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് 1983 അതിന് പണ്ടുണ്ടെന്ന സീന് ചെറിയൊരു ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ടാണ് ഡെവലപ്പ് ചെയ്തതെന്ന് മാത്രം. ഇനി ഈ ഒരു സിയുടെ ഇമ്പോർട്ടൻസ് അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞത്. സിയുടെ ഇമ്പോർട്ടൻസ് എന്താ? അതായത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമ്മൾ സി നോർമലി നമ്മൾ യൂസ് ചെയ്യാൻ നിൽക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് സി എന്ന് പറയാൻ നിൽക്കുന്നത്. അപ്പൊ നമുക്കിത് യൂസ് ചെയ്യുന്ന നമുക്ക് ഓരോ ടാസ്ക് പെർഫോം ചെയ്യാനോ. നമ്മൾ പ്രോഗ്രാംസ് എന്തിനാ എഴുതണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം, ഇപ്പൊ കാൽക്കുലേറ്ററിന്റെ പ്രോഗ്രാം എഴുതുന്നത് ഒരു കാൽക്കുലേറ്റർ എന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനോ. അപ്പൊ നമ്മുടെ ലാപ്ടോപ്പിൽ കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പൊ ഇത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പൊ ഈ പല രീതിയിലുള്ള പല ടൈപ്പ് പ്രോഗ്രാം ലാംഗ്വേജ് ഉണ്ട്. അതിൽ ഏത് ലാംഗ്വേജ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ കോംപ്ലക്സ് ആയിട്ട് പ്രോഗ്രാംസ് ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്യണ ഈ ഗൂഗിൾ മീറ്റ് എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു അപ്ലിക്കേഷൻ ആണ്. ഇത് ഒരു അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. രണ്ട് ടൈപ്പ് സോഫ്റ്റ്വെയർ നമുക്കറിയാം, സിസ്റ്റം സോഫ്റ്റ്വെയർ ആൻഡ് അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈ ഓപ്പറേറ്റിംഗ് ഡെവലപ്പ് ചെയ്ത് സി എന്ന പ്രോഗ്രാം ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. അപ്പൊ നമ്മൾ ഈ അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർസ് എപ്പോഴും സി തന്നെ ആവുന്നില്ല. അപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ചിലത് നമ്മൾ ജാവ, ആൻഡ്രോയിഡ്, PHP അങ്ങനെ പല രീതിയിലുള്ള പൈത്തൺ, പല രീതിയിലുള്ള പ്രോഗ്രാം ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇപ്പൊ സി എന്ന് പറയാൻ നിൽക്കുന്നത് കോംപ്ലക്സ് പ്രോഗ്രാം ഒക്കെ എഴുതാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ സി എന്ന് പറയുന്നത് എഫിഷ്യന്റും ഫാസ്റ്റ് ആണ്. അത് ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. സി എഫിഷ്യന്റ് ഫാസ്റ്റ് ആണ്. ഇനി സിയിൽ നമ്മൾ കുറെ ഡാറ്റ ടൈപ്സുകൾ പഠിക്കും. എന്താണ് ഡാറ്റ ടൈപ്സ് എന്ന് പറയാം. ഇപ്പൊ ഡാറ്റ ടൈപ്സും കുറെ ഓപ്പറേറ്റേഴ്സും വെച്ച് ഉള്ളത് കൊണ്ട് സി എന്ന് പറയാൻ നിൽക്കുന്നത് എഫിഷ്യന്റ് ആണ്. അതുപോലെ തന്നെ സിയിൽ കുറെ കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. കീവേഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരക്ടർ സെറ്റിലെ ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്തിട്ട് കുറച്ച് വേർഡ്സുകളാക്കി മാറ്റാൻ പറ്റും. രണ്ട് ടൈപ്പ് വേർഡ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്ന് കീവേഡ്സും ഒന്ന് ഐഡന്റിഫയേഴ്സും. കീവേഡ്സിന് കുറച്ച് സ്പെഷ്യൽ മീനിങ് ഉള്ളതിനെ പറയുന്നതാണ് കീവേഡ്സ്. അപ്പൊ അങ്ങനെ കുറെ കീവേഡ്സുകൾ ഉണ്ട്. ഈ കീവേഡ്സ് വെച്ചിട്ട് നമുക്ക് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ സി പോർട്ടബിൾ ആണ്. പോർട്ടബിൾ മീൻസ് വേറെ ഒന്നുകൊണ്ടല്ല, നമ്മളൊരു സിസ്റ്റത്തിൽ ഡെവലപ്പ് ചെയ്തത് വേറെ സിസ്റ്റത്തിലും നമുക്ക് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. അത് സിസ്റ്റം ഡിപ്പെൻഡന്റ് അല്ല. നമ്മളൊരു ഇപ്പൊ ഞാനിപ്പോ ഒരു ലിനക്സിൽ നിങ്ങളിപ്പോ ലാബിൽ പോയാലും ഒരെണ്ണത്തിൽ നിങ്ങൾ ടൈപ്പ് ചെയ്ത കോഡ് പെൻഡ്രൈവില് കോപ്പി ചെയ്തിട്ട് വേറെ ഇതിലേക്ക് കൊണ്ടുപോയാലും നമുക്കത് റൺ ചെയ്യാൻ വേണ്ടി പറ്റും. പ്രശ്നങ്ങളൊന്നും ഇല്ല. പിന്നെ സി എന്ന് പറഞ്ഞൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ആണ്. നിങ്ങളത് കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് പഠിക്കും എന്താണ് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് എന്ന് പറയാൻ നിൽക്കുന്നത്. പിന്നെ സിയിലേക്ക് നമുക്ക് എക്സ്ട്രാ ഡാറ്റാസ്, ഫീച്ചേഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതൊക്കെയാണ് സിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് സി യൂസ് ചെയ്യാൻ നിൽക്കുന്നത് കോംപ്ലക്സ് പ്രോഗ്രാംസ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. ഇതിൽ കുറെ ഡാറ്റ ടൈപ്സ് ഉണ്ട്, കീവേഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഫങ്ഷൻസ് വെച്ചിട്ട് നമുക്ക് വലിയൊരു കോംപ്ലക്സ് ടാസ്കിനെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നമുക്ക് പെർഫോം ഒക്കെ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ലാസ്റ്റ് നിങ്ങൾക്ക് കീവേഡ് ഡാറ്റ ടൈപ്പ് ഒക്കെ എന്താന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പൊ ആദ്യം നിങ്ങൾ ഇതിരുന്ന് വായിക്കാൻ നിൽക്കണ്ട, ലാസ്റ്റ് എല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻസ് നിങ്ങൾ വായിച്ചാൽ മതി. അതുപോലെ തന്നെയാണ് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. അത് ഞാനിപ്പോൾ പറയുന്നില്ല, ഫോർമാറ്റ് ആൻഡ് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. ഇത് ഇമ്പോർട്ടൻറ്റ് ഒരു ടോപ്പിക്കാണ്. 5 മാർക്കിന് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം. നിങ്ങൾ കുറച്ച് സി പഠിച്ച് കുറച്ച് കഴിയുമ്പോൾ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറൊരു ടോപ്പിക്ക് കൂടിയും പഠിക്കും.
സിയിൽ യൂസ് ചെയ്യുന്ന സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ വേറൊരു കോൺസെപ്റ്റ്. ഇപ്പൊ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ട് വരാറുണ്ട്, ചിലരും തെറ്റ് എഴുതാറുണ്ട്. എസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, എന്നിട്ട് തെറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എഴുതണം. പിന്നെ നിങ്ങൾ സ്ട്രക്ചർ ഇൻ സി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ഒരെണ്ണം ഇത് കഴിഞ്ഞിട്ട് പഠിക്കും, അതാണ് എഴുതണ്ടേ. സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം, സി പ്രോഗ്രാമിന്റെ സ്ട്രക്ചർ എന്താന്ന് ചോദിച്ചാൽ ഇതാണ് എഴുതണ്ടേ. സ്ട്രക്ചർ ഇൻ സി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിയിലെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒരു കാര്യമാണ് എഴുതണ്ടേ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ഒരു സിയുടെ പ്രോഗ്രാം എങ്ങനെ എഴുതണം, അതിന്റെ ഒരു സ്ട്രക്ചർ പറയില്ല. ആദ്യം എന്ത് എഴുതണം, അങ്ങനെ നമ്മളിപ്പോ ഒരു ഇമെയിൽ അയക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ല ആദ്യം എന്ത് വേണം, ഫ്രം ടു, നമ്മുടെ നോർമൽ ലെറ്റർ അയക്കാൻ പറഞ്ഞു, ഫ്രം ടു കണ്ടന്റ്, സബ്ജക്റ്റ് വേണം, കണ്ടന്റ് വേണം, പിന്നെ ലാസ്റ്റ് സിഗ്നേച്ചർ വേണം, പിന്നെ പ്ലേസും ഡേറ്റ് വേണം. അതൊരു സ്ട്രക്ചർ പറയില്ലേ. നമ്മൾ ഒരു ഫോർമൽ ലെറ്റർ അയക്കാനുമ്പോൾ നമ്മളൊരു ഒരു സ്ട്രക്ചർ പറയും. അതുപോലെ തന്നെ സി പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ അതിന്റെ ഒരു സ്ട്രക്ചർ, അത് ഞാനിപ്പോൾ പറയുന്നില്ല. നിങ്ങളൊരു സി പ്രോഗ്രാം നിങ്ങൾ എഴുതി തുടങ്ങുമ്പോൾ ഈ ഒരു മൊഡ്യൂൾ കഴിയുമ്പോഴേക്കും നിങ്ങളൊരു സി പ്രോഗ്രാം എഴുതും. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ ഇതിലേക്ക് കടക്കുന്നുള്ളൂ. അല്ലെങ്കിൽ ലാസ്റ്റ് എല്ലാ മൊഡ്യൂളും തീർന്നു കഴിഞ്ഞിട്ട് സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം അത് പഠിപ്പിച്ചു തരാം. അത് എല്ലാം ലാസ്റ്റ് നിങ്ങൾ ഈ എല്ലാ മൊഡ്യൂളും 5 മൊഡ്യൂളും തീർന്നു കഴിയുമ്പോൾ നിങ്ങൾ പ്രോഗ്രാം എഴുതാനുള്ള രീതിയിലെത്തും. അപ്പൊ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടും. അതായത് എങ്ങനെയാണ് നമ്മളൊരു സി പ്രോഗ്രാം എഴുതുക, അതിന്റെ സ്ട്രക്ചർ ആണ് ഇത് പറയുന്നത്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഇത് കിടക്കുന്നത്. ഇത് നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞത് ഫസ്റ്റ് മൊഡ്യൂളിന്റെ ടോപ്പിക് ആയതുകൊണ്ട് ആദ്യം തന്നെ എഴുതി വെക്കാൻ പറഞ്ഞത്. ഇത് ഞാനിപ്പോൾ എടുക്കുന്നില്ല. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സ്ട്രക്ചർ ഓഫ് എ സി പ്രോഗ്രാം 5 മാർക്ക് ആയാലും 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയാലും ചോദിച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണിത്. ഇവിടെ തൊട്ടാണ് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണത്. ഫസ്റ്റ് വൺ ആണ് ക്യാരക്ടർ സെറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിന്റെ കളക്ഷനെ പറയുന്നതാണ് ക്യാരക്ടർ സെറ്റ്. ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോം വേർഡ്സ്, വേർഡ്സ് ഉണ്ടാക്കാൻ, നമ്പേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. പല ടൈപ്പ് ക്യാരക്ടേഴ്സ് ആണ് ഉള്ളത്. ഫസ്റ്റ് ടൈപ്പ് ക്യാരക്ടർ എന്ന് പറയുന്നതാണ് ലെറ്റേഴ്സ്. അതാണ് സ്മോൾ ലെറ്റർ എ ടു സെഡ് ആൻഡ് ക്യാപിറ്റൽ ലെറ്റർ എ ടു സെഡ്. നെക്സ്റ്റ് വൺ ഈസ് ഡിജിറ്റ്സ്. ഡിജിറ്റ് എന്ന് പറയാൻ നിൽക്കുന്നത് 0 to none നമ്പേഴ്സിന് പറയുന്നതാണ് ഡിജിറ്റ്. ഈ നമ്പേഴ്സിന്റെ ഡിജിറ്റിന്റെ കോമ്പിനേഷൻ ആണ് നമ്മുടെ നമ്പേഴ്സ്. പിന്നെ സ്പെഷ്യൽ സിമ്പിൾസ്, കോമ, സെമികോളൻ, കോഡ്സ്, ഡബിൾ കോഡ്സ്, ഇതൊക്കെയാണ് സ്പെഷ്യൽ സിമ്പിൾസ്. നെക്സ്റ്റ് വൈറ്റ് സ്പേസസ്, ഹൊറിസോണ്ടൽ ടാബ്, എൻ്റർ അടിക്കുമ്പോൾ ന്യൂ ലൈൻ വരും, സ്പേസ്, ഇതൊക്കെയാണ് വൈറ്റ് സ്പേസസ്. നമ്മൾ ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ, സ്റ്റേറ്റ്മെൻറ്റ് എഴുതുമ്പോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്യും, ഡിജിറ്റ്സ് യൂസ് ചെയ്യും, സിമ്പിൾസ് യൂസ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ സ്പേസും യൂസ് ചെയ്യും. സ്പേസിൽ നിന്ന് ടാബ് ആവാം, അല്ലെങ്കിൽ എൻ്റർ നെക്സ്റ്റ് ലൈനിലേക്ക് വരേണ്ടതാവാം. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് ലൈനിലേക്ക് വരാം, അല്ലെങ്കിൽ സ്പേസ് ബാർ ആവാം. ഇതൊക്കെയാണ് വൈറ്റ് സ്പേസിൽ വരുന്നത്. ഇതിൻ്റെ കളക്ഷനെ പറയുന്നതാണ് ക്യാരക്ടർ സെറ്റ്. അപ്പൊ നമ്മൾ ഇത് ക്വസ്റ്റ്യൻ പോലെ ഒരു ക്വസ്റ്റ്യൻ തന്നെ, വാട്ട് ഈസ് എ ക്യാരക്ടർ സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടർ സെറ്റ് ഈസ് എ സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ടു ഫോം വേർഡ്സ്, നമ്പേഴ്സ് ആൻഡ് എക്സ്പ്രഷൻസ്. 4 type of characters: letters, digits, special symbols and white spaces. ഇനി ക്യാരക്ടർ സെറ്റിൽ വേറെ വരുന്ന പറഞ്ഞാൽ ട്രൈഗ്രാഫ് ക്യാരക്ടർ. ഈ ട്രൈഗ്രാഫ് ക്യാരക്ടർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില കീബോർഡിൽ, നമ്മുടെ ഒരു എല്ലാ കീബോർഡിലും എല്ലാ കീസും വർക്കാവും, ചില കീബോർഡിൽ എല്ലാ ഇതും വർക്ക് ആവണമെന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വെർട്ടിക്കൽ ബാർ ഇടുന്നേക്ക് ചിലപ്പോൾ നമ്മുടെ കീബോർഡിൽ വെർട്ടിക്കൽ ബാർ ഇല്ലെങ്കിൽ, നമ്മുടെ ഒരു ഇതെല്ലാം കീബോർഡിലും വെർട്ടിക്കൽ ബാറും ഈ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ വെർട്ടിക്കൽ ബാർ ഇല്ല, അത് നമ്മുടെ സിയിൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ വരുന്നില്ല. അങ്ങനെ വരുന്നില്ലെങ്കിൽ 3 ക്യാരക്ടറിന്റെ കോമ്പിനേഷൻ വഴി നമുക്ക് വെർട്ടിക്കൽ ബാർ എഴുതാൻ വേണ്ടി പറ്റും. നോർമൽ നമ്മൾ വെർട്ടിക്കൽ ബാർ പറ്റിയില്ലെങ്കിൽ 3 ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻ. ഈ 3 ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻ ആയതുകൊണ്ടാണ് അതിനെ ട്രൈഗ്രാഫ് ക്യാരക്ടർ എന്ന് പറയുന്നത്. ട്രൈ മീൻസ് 3. A trigraph character is a sequence of 3 characters. 3 charactersന്റെ സീക്വൻസിനെ പറയുന്നതാണ് ട്രൈഗ്രാഫ് ക്യാരക്ടർ.
ഈ 3 ക്യാരക്ടേഴ്സിൽ ആദ്യത്തെ 2 ക്യാരക്ടർ എന്ന് പറയാൻ നിൽക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. ഫസ്റ്റ് 2 ക്യാരക്ടർ ഈസ് ക്വസ്റ്റ്യൻ മാർക്ക്. ആദ്യത്തെ 2 ക്യാരക്ടർ എന്ന് പറയാൻ നിൽക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്കാണ്. അത് കഴിഞ്ഞിട്ട് വേറൊരു ക്യാരക്ടർ. ഇപ്പൊ നമ്മുടെ സിസ്റ്റത്തിൽ നമ്മുടെ കീബോർഡിൽ വെർട്ടിക്കൽ ബാർ ഇല്ല. അപ്പൊ നമ്മൾ വെർട്ടിക്കൽ ബാർ നമ്മുടെ ഇതിൽ ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. ദെൻ വെർട്ടിക്കൽ ബാർ വരുത്തുന്നുണ്ടെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഇടാം. പിന്നെ ഈ എക്സ്ക്ലമേഷൻ മാർക്ക് ഇടാം. അപ്പൊ നമ്മുടെ വെർട്ടിക്കൽ ബാർ വന്നു. നമ്മുടെ കീബോർഡിൽ വെർട്ടിക്കൽ ബാർ ഇല്ല, അല്ലെങ്കിൽ അത് ടൈപ്പ് ആവുന്നില്ലെങ്കിൽ നമ്മൾ സിയുടെ പ്രോഗ്രാമിംഗ് എഴുതുമ്പോൾ, സി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ 2 ക്വസ്റ്റ്യൻ മാർക്കും പിന്നെ എക്സ്ക്ലമേഷൻ മാർക്കും. അതുപോലെ തന്നെ ഹാഷ് സിമ്പിൾ ഇല്ല, അല്ലെങ്കിൽ ഹാഷ് സിമ്പിൾ വർക്ക് ആവുന്നില്ല. നമ്മൾ ഹാഷ് സിമ്പിൾ വർക്ക് ആവുന്നില്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്കും ഈക്വൽ ടു സിമ്പിളും ഇടാം. 2 ക്വസ്റ്റ്യൻ മാർക്കും ഈക്വൽ ടു സിമ്പിളും. അതുപോലെ തന്നെ സ്ക്വയർ ബ്രാക്കറ്റ് വർക്ക് ആവുന്നില്ല, ഓപ്പണിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് വർക്ക് ആവുന്നില്ല. അങ്ങനെയാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്കും ഈ പാരാന്തസിസ് ഇടാം. ഇനി ക്ലോസിംഗ് സ്ക്വയർ ബ്രാക്കറ്റ് വർക്ക് ആവുന്നില്ല, 2 ക്വസ്റ്റ്യൻ മാർക്കും ഈ ഒരു ക്ലോസിംഗ് പാരാന്തസിസ് ഇടാം. അതുപോലെ തന്നെ കേൾഡ് ബ്രേസസ്, നമ്മൾ സെറ്റിന്റെ നൊട്ടേഷൻ ഇല്ലേ കേൾഡ് ബ്രേസസ്, അതിൽ ഓപ്പണിംഗ് കേൾഡ് ബ്രേസസ് വർക്ക് ആവുന്നില്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്ക് ലെസ് ദാൻ സിമ്പിൾ. ക്ലോസിംഗ് കേൾഡ് ബ്രേസ് വർക്ക് ആവുന്നില്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ മാർക്ക് ഗ്രേറ്റർ ദാൻ സിമ്പിൾ. ഇതാണ് 3 ക്യാരക്ടേഴ്സിന്റെ കോമ്പിനേഷൻ പറയുന്നതാണ് ട്രൈഗ്രാഫ് ക്യാരക്ടർ. നമ്മുടെ കീബോർഡിൽ ആ ക്യാരക്ടർ ഇല്ല, അല്ലെങ്കിൽ നമുക്കത് വർക്ക് ആവുന്നില്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഡിനോട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ കോമൺലി യൂസ് ചെയ്യുന്ന കുറച്ച് ട്രൈഗ്രാഫ് ക്യാരക്ടേഴ്സ് ആണ് ഇത് പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് ഇതൊക്കെ നമ്മൾ സിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് ടേംസുകളാണ് ആദ്യം പഠിക്കുന്നത്. എന്നിട്ടാണ് നമ്മൾ സി ലാംഗ്വേജ് എഴുതാൻ വേണ്ടി പഠിക്കുന്നത്. ഇതിൽ യൂസ് ചെയ്യുന്ന വേറൊരു ടേമാണ് ടോക്കൺസ്. ടോക്കൺസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ പറയുന്നതാണ് ടോക്കൺ. നമ്മുടെ സി ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതുമ്പോൾ അതിൽ ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്, അത് പല ടൈപ്പ് ടോക്കൺസ് ആണ് ഉള്ളത്. 6 ടൈപ്പ് ടോക്കൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. അതിന് ടോക്കൺസ് എന്താന്ന് പറയണേക്കാളും മുന്നേ, ഏതൊക്കെ ടൈപ്പ് ആണെന്ന് പറയണേക്കാളും മുന്നേ ഈ ഒരു എക്സാമ്പിൾ എടുത്തു. സി ഈക്വൽ ടു എ പ്ലസ് ബി സെമിക്കോളൻ. ഇത് നമ്മുടെ സിയിൽ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പ്രോഗ്രാമിംഗ് സ്റ്റേറ്റ്മെന്റ് ആണ്. സി ഈക്വൽ ടു എ പ്ലസ് ബി സെമിക്കോളൻ. ഇതില് സി എന്ന് പറയുന്നത് ഒരു ടോക്കൺ ആണ്. ടോക്കൺ മീൻസ് ഏറ്റവും സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ്, ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് യൂണിറ്റ്. ഇപ്പൊ സി എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ടോക്കൺ ആണ്. ഈക്വൽ ടു ഒരു ടോക്കൺ ആണ്, എ ഒരു ടോക്കൺ ആണ്, പ്ലസ് ഒരു ടോക്കൺ ആണ്, ബി ഒരു ടോക്കൺ ആണ്, സെമിക്കോളൻ ഒരു ടോക്കൺ ആണ്. ഈ ഒരു സ്റ്റേറ്റ്മെന്റുള്ള 6 ടോക്കൺസ് ആയിരിക്കും ഉണ്ടാവുക. സി ഒരു ടോക്കൺ, ഈക്വൽ ടു ഒരു ടോക്കൺ, എ ഒരു ടോക്കൺ, പ്ലസ് ഒരു ടോക്കൺ, ബി ഒരു ടോക്കൺ, സെമിക്കോളൻ ഒരു ടോക്കൺ. ഇപ്പൊ ടോക്കൺസ് പല ടൈപ്പ് ടോക്കൺസ് ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ ആദ്യത്തെ ടോക്കൺ ആണ് കീവേഡ്സ്. കീവേഡ്സ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്യാരക്ടേഴ്സ് നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ വേർഡ്സ് ഉണ്ടാവും. ആ വേർഡ്സിൽ ഫിക്സഡ് മീനിങ് ആയിട്ടുള്ളു വരുന്നത്. അതിന് കുറച്ച് എക്സാമ്പിൾ ആണ് ഇൻഡ്, ക്യാറ്, ഫ്ലോട്ട്. ഇതൊക്കെയാണ് കീവേഡ്സിന് എക്സാമ്പിള്. കീവേഡ്സ് എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ടോക്കൺ ആണ്. ഇനി ഐഡന്റിഫയേഴ്സ്. ഐഡന്റിഫയേഴ്സ് എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സ് കമ്പൈൻ ചെയ്യുമ്പോൾ വേർഡ്സ് ഉണ്ടാവും. അതില് സ്പെഷ്യൽ മീനിങ് ഉള്ളതല്ല, നമ്മൾ എന്തെങ്കിലും നമ്മളായിട്ട് കൊടുക്കുന്ന പേരുകൾ. ഇപ്പൊ നമ്മൾ ഒരാളുടെ പേര്, പ്ലേസിന്റെ ലൊക്കേഷൻ, ഇതൊക്കെയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ വരുമ്പോൾ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ സമ്മ് എന്ന് പറഞ്ഞ വേരിയബിൾ എടുത്തു. പ്രൊഡക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണം, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ വേരിയബിൾ. എയും ബിയും ആഡ് ചെയ്യണം, അപ്പൊ അത് ഐഡന്റിഫയർ ആണ്. സി എന്ന് പറഞ്ഞ ഐഡന്റിഫയർ ആണ്. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എടുക്കുകയാണെങ്കിൽ സി എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്, എ എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്, ബി എന്ന് പറയുന്നത് ഐഡന്റിഫയർ ആണ്. സി ഐഡന്റിഫയർ, എ ഐഡന്റിഫയർ, ബി ഐഡന്റിഫയർ. ഇതൊക്കെ ഓരോ വേരിയബിൾ നെയിംസ് ആണ്. ഈ വേരിയബിൾ നെയിംസ് എന്ന് വെച്ചാൽ ഐഡന്റിഫയർ തന്നെയാണ്. അതിലേക്ക് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യും, അതാണ് ഐഡന്റിഫയർ. അപ്പൊ ഐഡന്റിഫയർ എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ടോക്കൺ ആണ്. നെക്സ്റ്റ് ഓപ്പറേറ്റർ. ഓപ്പറേറ്റർ യൂസ്ഡ് ടു പെർഫോം സം ഓപ്പറേഷൻ. ഓപ്പറേഷൻ പെർഫോം യൂസ് ചെയ്യണ ഒരു സിമ്പിൾ ആണ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത്.
ഇപ്പൊ ഓപ്പറേറ്ററിന്റെ എക്സാമ്പിൾ ആണ് പ്ലസ്, മൈനസ്, ഈക്വൽ ടു, സ്റ്റാർ, സ്ലാഷ്, ലെസ് ദാൻ, ഗ്രേറ്റർ ദാൻ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അതൊക്കെ ഓപ്പറേറ്റേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഈക്വൽ ടു എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്, പ്ലസ് എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. നെക്സ്റ്റ് ടോക്കൺ ആണ് കോൺസ്റ്റൻസ്. കോൺസ്റ്റൻസ് മീൻസ് എന്തെങ്കിലും വാല്യൂ ഉള്ളതാണ്. ഇപ്പൊ 1 എ ഈക്വൽ ടു 1 അതില് 1 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. 12.36 അതൊരു കോൺസ്റ്റന്റ് ആണ്. പല ടൈപ്പ് കോൺസ്റ്റൻസ് ഉണ്ട്, ഏതൊക്കെയാന്ന് പഠിക്കുക. അപ്പൊ നമ്മൾ ഒരു വാല്യൂ നമ്മൾ ഫിക്സ്ഡ് ആയിട്ട് നമ്മൾ കൊടുക്കണം എന്ന് പറയുന്നതാണ് കോൺസ്റ്റൻസ്, ഫിക്സഡ് വാല്യൂ ഉള്ളതാണ്. നെക്സ്റ്റ് സ്ട്രിങ്. സ്ട്രിങ് മീൻസ് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ്. ക്യാരക്ടേഴ്സിന്റെ കളക്ഷനെ പറയുന്നതാണ് സ്ട്രിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾക്ക് ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് തന്നെയാണ് ക്യാരക്ടർ സെറ്റ്. അതിൽ ദാറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫ്രോം നമ്പേഴ്സ് ഒക്കെ കൊണ്ട് വരാൻ പോകുന്ന കുറച്ച് സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആണ് നമ്മുടെ ക്യാരക്ടർ സെറ്റ് എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സിന്റെ കളക്ഷനെ പറയുന്നതാണ് സ്ട്രിങ്. അതായത് ഇപ്പൊ നമ്മള് എ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ബി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ, എ ബിയും കൂടി കമ്പൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ട്രിങ് ആവും. എ ഒരു ക്യാരക്ടർ, ബി ഒരു ക്യാരക്ടർ, എയും ബിയും കമ്പൈൻ ചെയ്ത സ്ട്രിങ് ആവും. ഇപ്പൊ നമ്മുടെ അനു എന്ന് പറയുന്നത് ക്യാരക്ടേഴ്സിന്റെ കളക്ഷൻ ആണ്. അതെന്ന് പറയുന്നത് ഒരു സ്ട്രിങ് ആണ്. വെറും ഒരു ക്യാരക്ടർ എന്നത് എ ആണ്, സ്ട്രിങ് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആയി. അത് ഡബിൾ കോഡ്സിലാണ് നമ്മൾ സ്ട്രിങ് ഡിനോട്ട് ചെയ്യുക. ഡബിൾ കോഡ്സിലാണ് സ്ട്രിങ് ഡിനോട്ട് ചെയ്യുക. നെക്സ്റ്റ് വൺ ആണ് സ്പെഷ്യൽ സിമ്പിൾസ്. അത് ഈക്വൽ, സെമി കോളൻ, സ്ക്വയർ ബ്രാക്കറ്റ്, ഓപ്പണിംഗ് ബ്രാക്കറ്റ്, ക്ലോസിംഗ് ബ്രാക്കറ്റ്, അതൊക്കെ ഓരോ സിമ്പിൾസുകളാണ്. ഇപ്പൊ 6 ടൈപ്പ് ടോക്കൺസ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് വൺ കീവേഡ്സ്, നെക്സ്റ്റ് ഐഡന്റിഫയേഴ്സ്, ഓപ്പറേറ്റർ, കോൺസ്റ്റൻസ്, സ്ട്രിങ് ആൻഡ് സ്പെഷ്യൽ സിമ്പിൾസ്. ഈ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സി ഈക്വൽ ടു എ പ്ലസ് ബി. സി ഒരു ഐഡന്റിഫയർ ആണ്, എ ഒരു ഐഡന്റിഫയർ ആണ്, ബി ഒരു ഐഡന്റിഫയർ ആണ്. ഇവിടെ ഈക്വൽ ടു ഓപ്പറേറ്റർ ആണ്, പ്ലസ് ഓപ്പറേറ്റർ ആണ്, സെമിക്കോളൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സിമ്പിൾ ആണ്. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, ഇതിൽ എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. ഇതിൽ എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? ഡോണ, ഹലോ. ആ ഈ ഒരു ക്വസ്റ്റ്യനില് ഇന്ത്യ ഈക്വൽ ടു 2 സെമിക്കോളൻ എത്ര ഓപ്പറേറ്റേഴ്സ് ഉണ്ട്? ഓപ്പറേറ്റർ ഏതാണ് ഓപ്പറേറ്റർ? ഈക്വൽ ടു. നെക്സ്റ്റ് പേര് ആദർശ്. ആദർശ് ആ ഇതിൽ എത്ര സിമ്പിൾസ് ഉണ്ട്? സിമ്പിൾസ്, സ്പെഷ്യൽ സിമ്പിൾസ്. എന്നിട്ട് ഒന്നും കേക്കല്ല, ടിവിയുടെ അടുത്തൊന്ന് മാറിയിരിക്കുവോ? ആദർശ് ടി വി കണ്ടിരിക്കുക എന്നിട്ടാണ് ക്ലാസ് കേൾക്കണേ? ടി വി കണ്ടിരിക്കുന്നതല്ല, ഞാൻ ഹാളിലിരുന്നതാ. ആ ഇതിൽ എത്ര സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്? ഇന്ത്യ ഈക്വൽ ടു 2 സെമിക്കോളൻ. എ ഈക്വൽ ടു 2 സെമിക്കോളൻ എത്ര സ്പെഷ്യൽ സിമ്പിൾസ് ഉണ്ട്? സിമ്പിൾസ് എന്ന് വെച്ചാൽ എന്താ ആദർശ്? സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് വെച്ചാൽ എന്തൊക്കെയായിരിക്കും ആദർശ്? അത് മറ്റേ കോളൻ, പിന്നെ ഡോട്ട്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ നോക്കിയേ എത്ര ഉണ്ട്?
ഏതിലാ മിഷൻ ഇന്റ് എ ഈക്വൽ കാണില്ല. ടു സെമിക്കോളൻ. നീ കമന്റ് ചാറ്റ് ബോക്സ് കണ്ട മെസ്സേജസ് ഇന്റ് എ ഈക്വൽ ടു സെമിക്കോളൻ ആ ആ ആ ഇവിടെ കണ്ടാ? ഓക്കെ. ആ ആ അതില് അതില് 3 2 ഏതൊക്കെ 2 ഈക്വലും സെമിക്കോളനും. ഈക്വൽ എന്ന് പറയുന്നത് ഒരു ഓപ്പറേറ്റർ ആണ്. അത് അതല്ലേ. ഓപ്പറേറ്റർ ആയിട്ടാണ് എഴുതുക. അതൊരു സിമ്പിൾ തന്നെയാ, പക്ഷെ അതൊരു ഓപ്പറേറ്റർ ആണ്. സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ഓപ്പറേറ്റേഴ്സ് വരില്ല. ആ സെമിക്കോളൻ അത് മാത്രമാണ് നമ്മുടെ സ്പെഷ്യൽ സിമ്പിള്. നെക്സ്റ്റ് റോസിയ. Yes, miss. ഇതിൽ എത്ര ഐഡന്റിഫയർ ഉണ്ട്? ഐഡന്റിഫയർ ഇല്ല. ഇല്ലേ? ഐഡന്റിഫയർ എന്ന് വെച്ചാൽ എന്താ? ഈ സമ്മ പ്രൊഡക്റ്റ്. സമ്മ പ്രൊഡക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിൽ എന്തെങ്കിലും വാല്യൂ നമ്മൾ ഇടും. അതൊക്കെയാണ് ഐഡന്റിഫയർ എന്ന് പറയുന്നത്. ഐഡന്റിഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു നെയിമാണ്. അതിൽ എന്തെങ്കിലും വാല്യൂ ഒക്കെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ ഇതിൽ വേറെ എന്തെങ്കിലും ഉണ്ടാ അങ്ങനെ വാല്യൂ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത്? എന്തെങ്കിലും വേരിയബിൾ ഉണ്ടാ? എ ഈക്വൽ ടു 2 അതാണോ? അപ്പൊ അതിൽ എ എന്ന് പറയാൻ നിൽക്കുന്നത് ഒരു ഐഡന്റിഫയർ ആണ്. അതിലേക്ക് നമ്മൾ 2 എന്ന് പറഞ്ഞ വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ഇവിടെ ഒരു ഐഡന്റിഫയർ ആണുള്ളത്, എ എന്ന് പറയുന്നത്. ഓക്കെ മിസ്. നെക്സ്റ്റ് ശ്രുതി. ശ്രുതി ബിജോയ്. നജിയ. Yes, miss. അയ്യോ, ഇതിൽ എത്ര ഡാറ്റ ടൈപ്പ് ഉണ്ട്? ഡാറ്റ ടൈപ്പ് ഡാറ്റ ടൈപ്പ് അല്ല, സോറി, കീവേഡ്സ്. ഒരെണ്ണം. ഏതാ? ഇന്റ്. ഇന്റ്. ഇന്റ് എന്ന് പറയുന്നതാണ് ഇവിടെ കീവേഡ്സ് നിങ്ങൾ കുറച്ച് പഠിക്കും. അപ്പൊ ഇതില് ടോട്ടൽ ഇനി എത്ര സിൻഷ നിങ്ങൾ ക്ലാസ്സിലല്ലേ? സിൻഷ, ശ്രീര. Yes, miss. ഇതിൽ എത്ര ടോട്ടൽ ഇപ്പൊ ടോക്കൺസ് ഉണ്ട്? ടോക്കൺസ് ഇന്റ് എ ഈക്വൽ ടു 2 സെമിക്കോളൻ 5 എണ്ണം. 5 ടോക്കൺസ് ആണുള്ളത്. അപ്പൊ ടോക്കൺസ് വെച്ചിട്ടുണ്ടെങ്കിൽ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ആണ്. 6 ടൈപ്പ് ടോക്കൺസ് ആണുള്ളത്. ഫസ്റ്റ് വൺ സംശയം ചോദിക്കട്ടെ? പറ. നമ്മൾ ഈ ടോക്കൺസ്, കീവേഡ്, ഐഡന്റിഫയർ, കോൺസ്റ്റന്റ് എന്നൊക്കെ പറഞ്ഞ് ആ PDF തന്നെ ഡിവൈഡ് ചെയ്ത് എഴുതിയിട്ടില്ലേ? അപ്പോ അതില് എടുക്കുന്നത് കോൺസ്റ്റന്റിന്റെ താഴെയല്ലോ. സിംഗിൾ കോട്ട് കണ്ട അതിന്റെ ഉള്ളിൽ മുകളില് അത് വ്യത്യാസമുണ്ട്. അതിനെ പറയുന്നത് ക്യാരക്ടർ കോൺസ്റ്റന്റ് എന്ന് പറയും. അപ്പോ സിംഗിൾ കോട്ട് വന്നിട്ട് ഇടാണെങ്കിൽ അപ്പൊ അത് കോൺസ്റ്റന്റ്, വെറുതെ ഇടാണെങ്കിൽ അപ്പൊ അത് എന്താണ്? ഐഡന്റിഫയർ ആവും. ഐഡന്റിഫയർ ആവില്ലേ? സിംഗിൾ കോഡ്സിൽ നമ്മൾ എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് സിംഗിൾ കോഡ്സ് എന്തെങ്കിലും ഇടല്ല, ഒരു ക്യാരക്ടർ സിംഗിൾ കോട്ടിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവും. ഡബിൾ കോഡ്സിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് സ്ട്രിങ് ആവും. ഓക്കെ മിസ്, താങ്ക് യു. ഇവിടെ നമ്മൾ 6 ടൈപ്പ് ടോക്കൺസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ കീവേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫിക്സഡ് മീനിങ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സുകൾ. നെക്സ്റ്റ് വൺ ഐഡന്റിഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നെയിം ആവാം, ചിലപ്പോൾ ഒരു വേരിയബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് എന്തെങ്കിലും വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണ കുറച്ച് നെയിംസുകൾ. അത് സമ്മ പ്രൊഡക്റ്റ് ടോട്ടൽ കുറച്ച് എക്സാമ്പിൾ ആണ്. എ ബി അങ്ങനെയൊക്കെ കുറെ വേരിയബിൾസ് ഉണ്ടാവും. ഓപ്പറേറ്റർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്നത്. കോൺസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിക്സഡ് വാല്യൂ വരുന്നതാണ്. സ്ട്രിങ് എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് തന്നെയാണ് സ്ട്രിങ് എന്ന് പറയുന്നത്.
അപ്പൊ അത് കളക്ഷൻ ഓഫ് ക്യാരക്ടേഴ്സ് ആണ്. ഡബിൾ കോഡ്സിൽ ഇടണം, അത് ശ്രദ്ധിക്കണം. ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണെങ്കിൽ സിംഗിൾ കോട്ടിലും, സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണെങ്കിൽ ഡബിൾ കോഡ്സിലാണ് നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത്. സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞാൽ വേറെ ബാക്കി വരുന്ന കുറച്ച് സിമ്പിൾസുകൾ. വേറൊരു എക്സാമ്പിൾ കൂടി തരാം. കോൺസ്റ്റന്റിന്റെ അടിയില് ഡബിൾ കോട്ടിലല്ലേ ABC വന്നേക്കണം, അപ്പൊ അത് സ്ട്രിങ് അല്ലേ വരാ? അത് സ്ട്രിങ് ആണ്, രണ്ടായിട്ടും വരും. അത് സ്ട്രിങ്ങിനെ മാത്രം ഒരു ക്യാരക്ടർ കാറ്റഗറൈസ് ചെയ്തു എന്ന് മാത്രം. അതും സ്ട്രിങ് കോൺസ്റ്റന്റ് തന്നെയാണ്. കോൺസ്റ്റന്റിലും വരും, സ്ട്രിങ് ആയിട്ടും പറയും നമ്മള്. ഒരു എക്സാമ്പിൾ കൂടി തരാം. ദേവി, ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ എത്ര ടോക്കൺസ് ഉണ്ട്? 4 ടോക്കൺ. 5. ഏതൊക്കെയാ? അത് ഫ്ലോട്ട് A equal to 2 semicolon. ഓക്കെ. നെക്സ്റ്റ് സഞ്ജയ്, സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റില് 7 ഏതൊക്കെയാ? ഏഹ് ഏതൊക്കെയാണ്? പ്ലോട്ട് B ഇസിക്കൽ ടു 3.5 പിന്നെ മറ്റേ സെമി ഹാഫ് സെമിക്കോളൻ. അതെ, 3.5 നമ്മൾ എന്നിട്ട് പറയത് 3.5 നമ്പർ നമുക്ക് ഉണ്ടാവില്ലേ? അത് നമ്പർ ആണല്ലേ, അപ്പൊ ഒരെണ്ണം കുറയില്ല. 1 2 5 ഒക്കെ നോക്കട്ടെ. 1 2 5. അത് നോക്കാം. B = 3.5 എന്ന് പറയുമ്പോൾ ആ പോയിന്റ് സ്പെഷ്യൽ സിമ്പിൾ ആയിട്ട് എടുക്കരുത്. 3.5 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതാണ് നമ്മൾ ഇവിടെ എഴുതിയേക്കുന്നത്. 12.36 ഒരു കോൺസ്റ്റന്റ് ആണ്. നെക്സ്റ്റ് സ്നേഹ. സ്നേഹയില്ലേ? സ്നേഹ ഗോകുൽ രാജൻ. ഗോകുൽ. തേർഡ് സ്റ്റേറ്റ്മെന്റിൽ എത്ര ഉണ്ട്? ഏതൊക്കെയാ? ഫ്ലോട്ട് C പിന്നെ ഈക്വല് A പിന്നെ സ്റ്റാർ B സെമിക്കോളൻ. ഇതിൽ എത്ര ഐഡന്റിഫയേഴ്സ് ഉണ്ട്? ഒരെണ്ണല്ലേ ഉള്ളൂ. ഐഡന്റിഫയേഴ്സ് ഏതാണ്? ഐഡന്റിഫയർ C equal to A സ്റ്റാർ B. ഐഡന്റിഫയർ അപ്പൊ അതിലേതാ? ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ യൂസ് ചെയ്യുന്ന ഐഡന്റിഫയേഴ്സ് ഏതൊക്കെയാ? ഫ്ലോട്ട് എന്ന് പറയാൻ നിൽക്കുന്നത് എന്താണ്? കീവേഡ്സ്. സി എന്ന് പറയുന്നത് എന്താ? സി എന്ന് പറയുന്നത് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. സി എന്ന് പറയുന്നത് ഐഡന്റിഫയർ. ഐഡന്റിഫയർ ഈക്വൽ ടു എന്താ? ഈക്വൽ ടു അതൊരു ഓപ്പറേറ്റർ അല്ലേ? ഇനി എ എന്ന് പറയണത് അത് ഐഡന്റിഫയർ. സ്റ്റാർ
ഓപ്പറേറ്റർ അല്ലേ? പി ഐഡന്റിഫയർ അല്ലേ? സെമിക്കോളൻ അത് സ്പെഷ്യൽ സിമ്പിൾ. സിമ്പിൾസ്. ആ അപ്പൊ ഇവിടെ എത്ര ഐഡന്റിഫയർ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 ഐഡന്റിഫയർ ആണുള്ളത്. കണ്ട സി എ ബി അങ്ങനെ 3 ഐഡന്റിഫയേഴ്സ് ആണുള്ളത്. ഒരു കീവേഡ് ആണുള്ളത്. അതുപോലെ തന്നെ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഈക്വൽ ടു സ്റ്റാർ 2 ഓപ്പറേറ്റേഴ്സ് ഉണ്ട്, ഒരു സ്പെഷ്യൽ സിമ്പിൾ ആണുള്ളത്. ഇതാണ് ടോക്കൺ. ഈ ടോക്കണിലെ 6 ടൈപ്പ് പഠിക്കലാണ് നമ്മുടെ ഫസ്റ്റ് വരുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? എല്ലാവർക്കും ഇതുവരെ പറഞ്ഞത് ക്ലിയർ ആയില്ലേ? മാം ആ ചോദിച്ചോ. അതെ, നേരത്തെ വിളിച്ചപ്പോ എനിക്ക് നെറ്റ് കട്ടായി പോയി. സംഭവം മനസ്സിലായില്ലേ? ഹലോ ഹലോ, കേൾക്കണില്ലേ? ഞാൻ പറയുന്നത് കേൾക്കണില്ലേ? കേക്കുന്നുണ്ട് മാം. ഇത് ക്ലിയർ ആയില്ലേ? ആ ഓക്കെ. അപ്പൊ ഈ 6 ടോക്കൺസ്, ഈ 6 ടൈപ്പ് ടോക്കൺസ് ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതിൽ ഫസ്റ്റ് വൺ ആണ് കീവേഡ്സ്. കീവേഡ്സ് പറഞ്ഞു. കീവേഡ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് മീനിങ് ഉള്ളതാണ് കീവേഡ്സ്. അതിന്റെ ഇത് നമ്മൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടി പാടില്ല. ഇപ്പൊ നമ്മൾ വാസ്, ഈസ്, വേർ, വിച്ച്, വെൻ അതൊന്നും നമ്മൾ ചേഞ്ച് ചെയ്യില്ല. അതിന്റെ മീനിങ് നമ്മൾ ചേഞ്ച് ചെയ്യണില്ല. അതിനൊരു ഫിക്സഡ് മീനിങ് ഉണ്ട്. ഇനി എല്ലാ കീവേഡ്സും നമ്മൾ എഴുതേണ്ടത് ലോവർ കേസ് ലെറ്റേഴ്സിലാണ് കീവേഡ്സ് എഴുതേണ്ടത്. അപ്പൊ കുറച്ച് കീവേഡ്സിന് എക്സാമ്പിൾ ആണ്. നിങ്ങൾ കുറച്ച് കീവേഡ്സ് ഇപ്പൊ ഒന്ന് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ പഠിച്ച് വരുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് കീവേഡ് എന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഇന്റ്, ഫ്ലോട്ട്, ക്യാർ, വോയിഡ്, ഇഫ്, ദെൻ, എൽസ്, സ്വിച്ച്, ഇങ്ങനെ കുറച്ച് കീവേഡ്സുകളുണ്ട്. ഇതിൽ 2-3 ഇപ്പൊ നിങ്ങൾ പഠിച്ചു വെക്കുക. ബാക്കിയൊക്കെ നിങ്ങൾക്ക് തന്നെ ഇത് ഫുൾ കുത്തിരുന്ന് ഇപ്പൊ ബൈഹാർട്ട് ചെയ്യണ്ട. നിങ്ങൾ ഈസി ചെയ്ത് വരുമ്പോ നിങ്ങൾക്ക് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് കിട്ടും ഏതാണ് കീവേഡ്സ് എന്ന്. 2-3 എക്സാമ്പിൾസ് ഇപ്പൊ പഠിച്ചു വെക്കാം. ഇപ്പൊ കീവേഡ്സ് ഹാവ് ഫിക്സഡ് മീനിങ്സ് ആൻഡ് ദീസ് മീനിങ്സ് കനോട്ട് ബി ചേഞ്ച്ഡ്. ഇതെല്ലാം എഴുതാൻ നിൽക്കുന്നത് നമ്മുടെ ലോവർ കേസ് ലെറ്റേഴ്സിലാണ് എഴുതുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഐഡന്റിഫയർ. ഐഡന്റിഫൈ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫിക്സഡ് മീനിങ് ഇല്ലാണ്ട് നമ്മളായിട്ട് കൊടുക്കുന്ന ഒരു പേരാണ് ഐഡന്റിഫൈ എന്ന് പറയാൻ നിൽക്കുന്നത്. എന്തെങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പേര്. ഇപ്പൊ ഒരു പേഴ്സണെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മളൊരു പേര് കൊടുക്കും. ഒരു സ്ഥലത്ത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പേര് കൊടുക്കും. ഒരു കമ്പനീനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു പേര് കൊടുക്കും. അപ്പൊ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന ഒരു പേരുകള്, അപ്പൊ അതിൽ എന്തെങ്കിലും ആയിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവാം. ഐഡന്റിഫയേഴ്സ് റെഫേഴ്സ് ടു ദ നെയിം ഓഫ് വേരിയബിൾസ്. വേരിയബിൾസ് ആണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത്. ദെൻ ഫങ്ഷൻസ്. ഈ FNS ഇങ്ങനെ ടെക്സ്റ്റ് ഇങ്ങനെ നോട്ടിൽ കാണുന്നുണ്ടെങ്കിൽ അത് ഉദ്ദേശിക്കാൻ ഫങ്ഷൻസ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഷോർട്ട് ഫോമുകൾ കുറെ യൂസ് ചെയ്യുന്നുണ്ടാവും. FNS മീൻസ് ഫങ്ഷൻസ് ആണ്. FNS എന്താന്ന് വിചാരിച്ചിരിക്കരുത്. ഫങ്ഷൻസിന് ഉദ്ദേശിക്കുന്നതാണ് FNS. അതായത് നമ്മൾ വേരിയബിൾ നെയിംസിന് അതുപോലെ ഫങ്ഷൻസിന് അറേസ്. ഇപ്പൊ നമ്മൾ വേരിയബിൾസിനെയാണ് നമ്മൾ പഠിക്കുക. വേരിയബിൾസിന് ഫങ്ഷൻസിന് അറേസിന് കൊടുക്കുന്ന ഒരു നെയിമിനെ പറയുന്നതാണ് ഐഡന്റിഫയേഴ്സ്. അപ്പൊ ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ കണ്ടത് സമ്മ്, A, B, C, പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, ഇയർ, അതൊക്കെ വേരിയബിൾ നെയിംസിന് ഐഡന്റിഫയേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി ഐഡന്റിഫയേഴ്സ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളായിട്ട് ഉണ്ടാക്കുന്ന കുറച്ച് പേരുകൾ. ഇപ്പൊ നിങ്ങളോട് വീട്ടിൽ ഒരു കുട്ടി ജനിച്ചിട്ട് ഒരു പേരിടാൻ പറഞ്ഞു. അപ്പൊ എന്തെങ്കിലും റൂള് പറയില്ലേ പേരിടുന്നത് എങ്ങനെയാ? ആൽഫബറ്റ് A വെച്ച് സ്റ്റാർട്ട് ചെയ്യണം, ഇപ്പൊ 3 ക്യാരക്ടേഴ്സ് പാടുള്ളൂ, അങ്ങനെയൊക്കെ നമ്മൾ ഒരു പേരിടാൻ വേണ്ടി നമ്മൾ കുറച്ച് റൂള് പറഞ്ഞു നിൽക്കും. അതുപോലെ തന്നെ ഐഡന്റിഫയേഴ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കുറച്ച് റൂൾസുകളുണ്ട്. റൂൾസുകൾ ഇമ്പോർട്ടന്റ് ആണ്. ഫസ്റ്റ് റൂൾ എന്ന് പറയാൻ നിൽക്കുന്നത് ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ. നമ്മൾ ഒരു ഐഡന്റിഫയർ എഴുതുമ്പോൾ ആദ്യത്തെ ക്യാരക്ടർ ഏത് ആൽഫബറ്റ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതൊരു ആൽഫബറ്റ് ആയിരിക്കുന്നത് മാത്രം. ഫസ്റ്റ് ക്യാരക്ടർ ഒരിക്കലും നമ്പർ വെച്ചിട്ട് നമുക്ക് ഐഡന്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. എപ്പോഴും ലെറ്റേഴ്സ് വെച്ചിട്ട് അല്ലെങ്കിൽ ആൽഫബറ്റ് വെച്ചിട്ട് വേണം ഇത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ അണ്ടർസ്കോർ, ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് അണ്ടർസ്കോർ. ഒന്നില്ലെങ്കിൽ അണ്ടർസ്കോർ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം, അല്ലെങ്കിൽ ആൽഫബറ്റ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്പേഴ്സ് വെച്ചിട്ട് ഒന്നും സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. നെക്സ്റ്റ്, ഐഡന്റിഫയർ എഴുതുമ്പോൾ നമ്മൾക്ക് നമ്പേഴ്സിന്റെയോ ആൽഫബറ്റ്സിന്റെയോ
അണ്ടർസ്കോറിന്റെ കോമ്പിനേഷൻ വഴി നമുക്ക് ഐഡന്റിഫയർ എഴുതാം. സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. ഐഡന്റിഫയറിൽ സ്പെഷ്യൽ സിമ്പിൾസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഹാഷ്, ഡോളർ അങ്ങനത്തെ സ്പെഷ്യൽ സിമ്പിൾസ് യൂസ് ചെയ്യാൻ പാടില്ല. അതുകൂടി നമുക്ക് ലെറ്റേഴ്സ് എഴുതാം, ഡിജിറ്റ് എഴുതാം, അണ്ടർസ്കോർ എഴുതാം. ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ആൽഫബറ്റ് അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. പിന്നെ ഓൺലി ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആർ സിഗ്നിഫിക്കൻറ്റ്. അതായത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഐഡന്റിഫയർ ഒരു പേര് കൊടുക്കുമ്പോൾ നമുക്ക് എത്ര ലെങ്ത് ആയിട്ടുള്ള പേര് കൊടുക്കാം. നിങ്ങൾക്ക് ഒരു പ്ലേസിന് പേര് കൊടുത്തു, 100 ക്യാരക്ടേഴ്സ് ഉള്ള ഒരു പേര് കൊടുത്തു. അപ്പൊ അങ്ങനെ നമുക്ക് എത്ര ലെറ്റേഴ്സ് ഉള്ള പേര് കൊടുക്കാം. പക്ഷെ ആദ്യത്തെ 31 ക്യാരക്ടേഴ്സ് ആണ് എടുക്കുക. ആ ഒരു മീനിങ് ആണ്. ഫസ്റ്റ് 31 ക്യാരക്ടേഴ്സ് ആണ് അതിൽ കറക്റ്റ് ചെക്ക് ചെയ്യുക. അപ്പൊ നമ്മളെ ഒരിക്കലും ഐഡന്റിഫയറിന്റെ പേര് വലിയ പേരൊന്നും നമ്മൾ കൊടുക്കില്ല. ഒരു അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാല്യൂ ആണ് സ്റ്റോർ ചെയ്യണത്. ഒരു ഐഡന്റിഫയറിന്റെ ഉള്ളിൽ എന്തെങ്കിലും വാല്യൂ ആണ് സ്റ്റോർ ചെയ്യണത്. അപ്പൊ നമ്മൾക്ക് ഈസി ആയിട്ട് നമ്മൾ ചെറിയ ക്യാരക്ടേഴ്സ് തന്നെയാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യത്തെ ക്യാരക്ടേഴ്സ് ആണ് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്. നമ്മൾ നോക്കി പോണത് ആദ്യത്തെ 31 ക്യാരക്ടേഴ്സ് ആണ്. നെക്സ്റ്റ്, കീവേഡ് ഒരിക്കലും ഐഡന്റിഫയർ ആവില്ല. ഇന്റ് എന്ന് പറഞ്ഞ കീവേഡ്, ഇന്റിലേക്ക് നമ്മൾക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇന്റ് എന്ന് പറഞ്ഞ കീവേഡിലേക്ക് ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഇന്റ് = 3 അങ്ങനെ ഒരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. കീവേഡ് ഒരിക്കലും ഐഡന്റിഫയർ ആവാൻ പാടില്ല. നെക്സ്റ്റ്, മസ്റ്റ് നോട്ട് കണ്ടെയ്ൻ വൈറ്റ് സ്പേസ്. ഒരിക്കലും സ്പേസ് ഇടാൻ പാടില്ല. ഇപ്പൊ ഞാനൊരു ഐഡന്റിഫയർ ഉണ്ടാക്കി, ഇപ്പം മാക്സ് മാർക്ക് എന്ന് കൊടുത്തു. ഇപ്പൊ മാക്സ് സ്പേസ് മാർക്ക് എന്ന് കൊടുത്തു. അങ്ങനെ ഒരിക്കലും കൊടുക്കാൻ പാടില്ല. മാക്സ് സ്പേസ് മാർക്ക് എന്ന് കൊടുക്കാൻ പാടില്ല. വേണമെന്നുണ്ടെങ്കിൽ മാക്സ് അണ്ടർസ്കോർ മാർക്ക് എന്ന് കൊടുക്കാം. ഒരിക്കലും വൈറ്റ് സ്പേസ് കൊടുക്കാൻ പാടില്ല. അണ്ടർസ്കോർ ഒഴികെയുള്ള സ്പെഷ്യൽ സിമ്പിൾസ് നമ്മൾ ഐഡന്റിഫയറിൽ കൊടുക്കാൻ വേണ്ടി പാടില്ല. ഇതൊക്കെയാണ് ഐഡന്റിഫയറിന്റെ റൂള്. ഐഡന്റിഫയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കുന്ന വേരിയബിൾസിനും അതുപോലെ അറേസിനും ഫംഗ്ഷന് കൊടുക്കുന്ന നെയിമിനെ പറയുന്നതാണ് ഐഡന്റിഫയർ. ഐഡന്റിഫയറിനെ കുറിച്ച് റൂൾസ് ഉണ്ട്. ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി ആൽഫബറ്റ് ഓർ അണ്ടർസ്കോർ, മസ്റ്റ് consist of only letters, digits or underscore. Only 31st characters are significant. Cannot use a keyword and must not contain white space. ഇതൊക്കെയാണ് ഇതിന്റെ റൂൾസ്. ക്ലിയർ ആയോ? ക്ലിയർ ആയില്ലേ? ഹലോ, ക്ലിയർ ആയി. നെക്സ്റ്റ് വൺ ആണ് കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞ ടോക്കൺ. കോൺസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫിക്സഡ് വാല്യൂ ഉള്ള അതിനെ പറയുന്നതാണ് കോൺസ്റ്റന്റ്. അതായത് നമ്മൾ 2 എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആണ്. അതിന് 2 ഒരു ഫിക്സഡ് വാല്യൂ ആണ്. 3 ഒരു കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ പ്രോഗ്രാമിന് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യില്ല. പല ടൈപ്പ് കോൺസ്റ്റന്റ്സ് ആണ് ഉള്ളത്. നമ്മളിവിടെ ടോക്കൺസ് എഴുതിയപ്പോ കുറെ കോൺസ്റ്റന്റ് കണ്ടു. 1, 12.36, സിംഗിൾ കോട്ട്, ഡബിൾ കോട്ട്സ്, ABC കോൺസ്റ്റന്റ്സ് ആണ്. ഫസ്റ്റ് ടൈപ്പ് കോൺസ്റ്റന്റ് പറയുന്നതാണ് ഇന്റിജർ കോൺസ്റ്റന്റ്. ഇന്റിജർ കോൺസ്റ്റന്റ് മീൻസ് 2, 3, 4, 5 പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്. അതിനെ പറയുന്നതാണ് ഇന്റിജർ കോൺസ്റ്റന്റ്. ഇന്റിജർ കോൺസ്റ്റന്റ് റെഫേഴ്സ് ടു എ സീക്വൻസ് ഓഫ് ഡിജിറ്റ്സ്. ഡിജിറ്റ്സിന്റെ സീക്വൻസ്, അതായത് പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ പറയുന്നതാണ് ഇന്റിജർ കോൺസ്റ്റന്റ്സ്. മെയിൻ ആയിട്ട് 3 ടൈപ്പ് കോൺസ്റ്റന്റ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഡെസിമൽ. നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചതാണ്. ഡെസിമൽ നമ്പർ സിസ്റ്റം, ഒക്ടൽ നമ്പർ സിസ്റ്റം, ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഡെസിമൽ കോൺസ്റ്റന്റ്സ് മീൻസ് അവിടെ 0 to 9 ഡിജിറ്റ്സ് നമ്മൾ നോർമൽ യൂസ് ചെയ്യുന്ന നമ്പേഴ്സ് ഒക്കെ ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റ് ആണ്. അപ്പൊ അതിന് നമ്മൾ പ്ലസ് അല്ലെങ്കിൽ മൈനസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും, കോൺസ്റ്റന്റ് എന്ന് കാണിക്കാൻ വേണ്ടിയും. ഇവിടെ 1, 2, 19 ഇതൊക്കെ ഡെസിമൽ ഇന്റിജർ കോൺസ്റ്റന്റ് ആണ്. പക്ഷേ 20,000 ഇതെന്ന് പറയുന്നത് ഒരു ഡെസിമൽ കോൺസ്റ്റന്റ് ആവില്ല. കോമിട്ട അത് ഡെസിമൽ കോൺസ്റ്റന്റ് ആവില്ല. അതുപോലെ $1000 അതൊരു ഡെസിമൽ കോൺസ്റ്റന്റ് ആവില്ല. നമ്പേഴ്സ് മാത്രമേ പാടുള്ളൂ. ഡെസിമൽ കോൺസ്റ്റന്റില് നമ്പേഴ്സ് മാത്രമേ നമുക്ക് പാടുള്ളൂ. പോയിന്റ് ഒന്നും ഇടാൻ പാടില്ല, കോമ ഇടാൻ പാടില്ല, ഡോളർ സിമ്പിൾ ഒന്നും ഇടാൻ പാടില്ല. നെക്സ്റ്റ് വേണം ഒക്ടൽ കോൺസ്റ്റന്റ്.
ഒക്ടൽ കോൺസ്റ്റന്റിൽ 0 തൊട്ട് 7 വരെയുള്ള ഡിജിറ്റേ പാടുള്ളൂ. ഒക്ടൽ കോൺസ്റ്റന്റിൽ 0 to 7 ഡിജിറ്റേ പാടുള്ളൂ. ഡെസിമൽ ആണെങ്കിൽ 0 to 9 ഡിജിറ്റ് വരും. ഇനി ഒക്ടൽ ആണോ ഇല്ലേന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്പേഴ്സിന്റെ മുന്നിൽ ഒരു ഓ ഇടാം, 0 ഇടാം. 0 മീൻസ് അത് ഒക്ടൽ ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതൊരു ഒക്ടൽ കോൺസ്റ്റന്റ്. 0 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒക്ടൽ കോൺസ്റ്റന്റ് ആവും. നെക്സ്റ്റ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമലില് 0 to 9 വരെയുള്ള ഡിജിറ്റും എ തൊട്ടുള്ള എഫ് വരെയുള്ള ലെറ്റേഴ്സും ഇതിന്റെ കോമ്പിനേഷൻ ആണ് ഹെക്സാഡെസിമൽ. ഹെക്സാഡെസിമൽ ആണെന്ന് കാണിക്കാൻ വേണ്ടി 0x എന്ന് ഇനീഷ്യലി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഹെക്സാഡെസിമൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ് ആണ്. കോൺസ്റ്റന്റ് മീൻസ് ഒരു ഫിക്സഡ് വാല്യൂ ആണ് ഉള്ളത്. അതിൽ ഇൻറ്റിജർ കോൺസ്റ്റന്റ് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സിനെ പറയുന്നതാണ് ഇൻറ്റിജർ കോൺസ്റ്റന്റ്. 3 ടൈപ്പ് ഉണ്ട്: ഒക്ടൽ, ഡെസിമൽ, ഹെക്സാഡെസിമൽ. ഡെസിമലിന്റെ ഉള്ളിൽ 0 തൊട്ട് 9 വരെ ഡിജിറ്റ് ഉണ്ട്. കോമ, ഡോട്ട്, ഡോളർ ഇതൊന്നും പറ്റില്ല. ഒക്ടൽ ആണെങ്കിൽ 0 തൊട്ട് 7 വരെ ഡിജിറ്റ്, സ്റ്റാർട്ടിങ് 0 ആയിരിക്കും ഇനീഷ്യലി. ഹെക്സാഡെസിമൽ ആണെങ്കിൽ 0 to 9 ഡിജിറ്റും A to F ലെറ്റേഴ്സും സ്റ്റാർട്ടിങ് 0x ഡിനോട്ട് ചെയ്യണം. നെക്സ്റ്റ് ആണ് റിയൽ കോൺസ്റ്റൻസ്. റിയൽ കോൺസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഉള്ള വാല്യൂന്ന് പറയുന്നതാണ് റിയൽ കോൺസ്റ്റൻസ്. അതിന് എക്സാമ്പിൾ ആണ് 1.23 റിയൽ കോൺസ്റ്റന്റ് ആണ്. 0.007 റിയൽ കോൺസ്റ്റന്റ് ആണ്. -01.101 പോയിന്റ് ഉള്ള വാല്യൂന്ന് പറയുന്നതാണ് റിയൽ കോൺസ്റ്റന്റ്. വേറെ ഇതിൽ നമുക്ക് ഡിനോട്ട് ചെയ്യാം മാൻഡിസ ഈ എക്സ്പോണന്റ്. അത് ഞാൻ അടുത്ത ദിവസം പറയാം മാൻഡിസ ഈ എക്സ്പോണന്റ് എന്താന്ന്. റിയൽ കോൺസ്റ്റന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോയിന്റ് ഉള്ള നമ്പേഴ്സിനെ പറയുന്നതാണ് റിയൽ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് വൺ ആണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ്. സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് മീൻസ് സിംഗിൾ കോഡ്സിൽ നമ്മൾ ഒരു ക്യാരക്ടർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ കോട്ട് എ, സിംഗിൾ കോഡ്സിൽ എന്ത് ക്യാരക്ടർ എഴുതിയാലും അത് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആവും. സിംഗിൾ കോട്ട് 5, സിംഗിൾ കോഡ്സിൽ എ, സിംഗിൾ കോഡ് 6, സിംഗിൾ കോഡ് സെഡ്, സിംഗിൾ കോഡ്സ് എ, ഇതൊക്കെ ക്യാരക്ടർ കോൺസ്റ്റന്റ് ആണ്. ഇതിന് ഒരു വാല്യൂ ഉണ്ട്, ക്യാരക്ടർ കോൺസ്റ്റന്റ് വാല്യൂ ഉണ്ട്. അതായത് സിംഗിൾ കോഡ്സ് 5ഉം നോർമൽ 5ഉം സെയിം അല്ല. സിംഗിൾ കോഡ്സിൽ നമ്മളൊരു ക്യാരക്ടർ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ കുറെ ആസ്കി വാല്യൂ ഫസ്റ്റ് സെമ്മിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഒരു ആസ്കി വാല്യൂ ഉണ്ട്. എ തൊട്ട് സെഡ് വരെയും സിമ്പിൾസിനും നമ്പേഴ്സിനൊക്കെ ഒരു ആസ്കി വാല്യൂ ഉണ്ട്. ഈ സിംഗിൾ കോഡ്സ് ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ ആണ് 65, സ്മോൾ എയുടെ ആസ്കി വാല്യൂ ആണ് 97. ഒരു ക്യാരക്ടർ കോൺസ്റ്റന്റ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിന്റെ ആസ്കി വാല്യൂ ആണ്. ഒരിക്കലും സിംഗിൾ കോട്ട് 5ഉം നോർമൽ 5ഉം സെയിം ആവില്ല. നേരത്തെ ഒരാൾ ചോദിച്ചിരുന്നു അവിടെ എ എഴുതി, സിംഗിൾ കോഡ്സിൽ എ എഴുതിയതും നോർമൽ എയും ഒരിക്കലും സെയിം ആവില്ല. സിംഗിൾ കോഡ്സിൽ എന്തെങ്കിലും എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു കറസ്പോണ്ടിങ് ആസ്കി വാല്യൂ ഉണ്ട്. A single character produce the corresponding ASCII value. എന്തെങ്കിലും ASCII വാല്യൂ അത് പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ്. നെക്സ്റ്റ് വൺ ആണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. സ്ട്രിംഗ് കോൺസ്റ്റന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ് എൻക്ലോസ്ഡ് വിത്തിൻ എ പെയർ ഓഫ് ഡബിൾ കോഡ്സ്. സിംഗിൾ കോഡ്സിന് പകരം ഡബിൾ കോഡ്സിൽ എൻക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പറയുന്നതാണ് സ്ട്രിംഗ് കോൺസ്റ്റന്റ്. ഒരിക്കലും സിംഗിൾ കോഡ്സ് എയും സാധാരണയും ഡബിൾ കോഡ്സ് എയും സെയിം ആവില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾ കോഡ്സ് എക്ക് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. ഇപ്പൊ സിംഗിൾ കോഡ്സ് ക്യാപിറ്റൽ എയുടെ ആസ്കി വാല്യൂ ആണ് 65. ഇനി ഡബിൾ കോഡ്സ് എ മീൻസ് അതൊരു ലെറ്റർ ആണ്. ഡബിൾ കോഡ്സ് എ മീൻസ് അതൊരു ലെറ്റർ ആണ്. ഇപ്പൊ സിംഗിൾ കോഡ്സ് എയും ഡബിൾ കോഡ്സ് എയും ഒരിക്കലും സെയിം ആവില്ല. സിംഗിൾ കോഡ്സ് എക്ക് ഒരു വാല്യൂ ഉണ്ട്, ഇൻറ്റിജർ വാല്യൂ ഉണ്ട്. ഡബിൾ കോഡ്സ് എക്ക് അങ്ങനെ ഒരു ഇൻറ്റിജർ വാല്യൂ ഇല്ല. അതായത് ക്യാരക്ടർ കോൺസ്റ്റന്റ് ഇൻറ്റിജർ വാല്യൂ ഉണ്ട്, പക്ഷെ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ഒരു ഇൻറ്റിജർ വാല്യൂ ഉണ്ടാവില്ല. കോൺസ്റ്റന്റ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഒന്ന് ന്യൂമറിക് കോൺസ്റ്റന്റ്, രണ്ടാമത്തെ ക്യാരക്ടർ കോൺസ്റ്റന്റ്. ന്യൂമറിക്കല് ഇൻറ്റിജർ ഉണ്ട്, റിയൽ ഉണ്ട്. ക്യാരക്ടറിൽ ക്യാരക്ടർ കോൺസ്റ്റന്റ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രിംഗ് കോൺസ്റ്റന്റ് ഉണ്ട്.
ഇതാണ് നമ്മുടെ കോൺസ്റ്റൻസുകൾ. കോൺസ്റ്റന്റ് ഇമ്പോർട്ടന്റ് ആണ്, 5 മാർക്കിന് ചോദിക്കുക. അപ്പൊ കോൺസ്റ്റന്റ് മീൻസ് ഫിക്സഡ് വാല്യൂ ഉള്ളതിനെ പറയുന്നത് കോൺസ്റ്റന്റ്. ഇന്റിജർ മീൻസ് നമ്പേഴ്സ്, പോയിന്റ് ഇല്ലാത്ത നമ്പേഴ്സ്. റിയൽ മീൻസ് പോയിന്റ് ഉള്ള നമ്പേഴ്സ്. സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റന്റ് മീൻസ് സിംഗിൾ കോഡ്സിൽ ഒരു ക്യാരക്ടർ ഇത് ഒരൊറ്റ ക്യാരക്ടർ ഉള്ളൂ കേട്ടോ, അതിന് ഒരു ആസ്കി വാല്യൂ ഉണ്ട്. സ്ട്രിംഗ് കോൺസ്റ്റന്റ് മീൻസ് ഡബിൾ കോഡ്സിൽ കുറെ ക്യാരക്ടേഴ്സിന്റെ കളക്ഷൻ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്ട്രിംഗ് കോൺസ്റ്റന്റ് ആണ്. ഒരിക്കലും സിംഗിൾ കോഡ്സ് ക്യാരക്ടറും ഡബിൾ കോഡ്സ് ക്യാരക്ടറും സെയിം ആവില്ല. ഇതുവരെ ക്ലിയർ ആയോ?